അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന സ്കന്ദപുരാണത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 61-ാമത്തെ ശ്ലോകം മുതൽ 75-ാമത്തെ ശ്ലോകം വരെയുള്ള 15 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. ദേവ്യാ സപ്തശതീ മന്ത്രൈ സമാപ്തൗ ഹോമമാചരേൽ. ദേവീ മാഹാത്മ്യമൂലേന നവാർണമനുനാഥവാ. ഗായത്ര്യാത്വധവാ ഹോമ പായസേന സസർപ്പിഷാ. യതോ ഭാഗവതം ത്വേദൽ ഗായത്രീമയമീരിതം. വാചകം തോഷയേത് സമ്യക് വസ്ത്രഭൂഷാധനാദിഭിः. പ്രസന്നേ വാചകേ സർവാം പ്രസന്നാ തസ്യ ദേവതാ. ബ്രാഹ്മണാൻ ഭോജയേൽ ഭക്ത്യാ ദക്ഷിണാഭിശ്ച തോഷയേൽ. പൃഥിവ്യാം ദേവരൂപാസ്തേ തുഷ്ടശ്വേഷ്വീപ്സിതം ഫലം. സുവാസിനീ കുമാരീശ്ച ദേവീ ഭക്ത്യാ ച ഭോജയേൽ. താഭ്യോപി ദക്ഷിണാം ദത്വാ പ്രാർത്ഥയേൽ സിദ്ധിമാത്മനാ. ദദ്യാദ്ദാനാനി ചാന്യാനി സുവർണം ഗാഃ പയസ്വിനീ. ഹയാനിഭാന്മേദിനിം ച തസ്യ സ്യാദക്ഷയം ഫലം. ദേവീ ഭാഗവതം ചൈതല്ലിഖിതം ശോഭനാക്ഷരം. ഹേമസിംഹാസനെ സ്ഥാപ്യം പട്ടവസ്ത്രേണ വേഷ്ടിതം. അഷ്ടമ്യാം വാ നവമ്യാം ച വാചകായാർച്ചിതായ ച. ദദ്യാൽ സഭോഗാൻ ഭുക്ത്വേഹ ദുർലഭം
മോക്ഷമാപ്നുയാൽ. ദരിദ്രോ ദുർബലോ ബാലസ്തരുണോ ജരഠോപി വാ പുരാണവേത്താവന്ധ്യ സ്യാൽ പൂജ്യോ മാന്യശ്ച സർവദാ. സന്തി ലോകസ്യ ബഹവോ ഗുരവോ ഗുണജന്മതാ സർവേഷാമപി തേഷാം ച പുരാണജ്ഞ പരോ ഗുരും. പൗരാണികോ ബ്രാഹ്മണസ്തു വ്യാസാസന സമാശ്രിത അസമാപ്തേ പ്രസംഗേ തു നമസ്കുര്യാന്ന കസ്യചിൽ. പൗരാണികീം കഥാം ദിവ്യാം യേപി ശൃണ്വന്ത്യഭക്തിതാ തേഷാം പുണ്യഫലം നാസ്തി ദുഃഖദാരിദ്ര്യഭാഗിനാം. അസംപൂജ്യ പുരാണം തു താംബൂലകുസുമാദിഭിः യേ ശൃണ്വന്തി കഥാം ദേവ്യാസ്തേ ദരിദ്രാ ഭവന്തി. കീർത്യമാനാം കഥാം ത്യക്ത്വാ യേ വ്രജന്ത്യന്യതോ നരാ ഭോഗാന്തരേ പ്രണശ്യന്തി തേഷാം ദാരാശ്ച സമ്പദാ. യേ ച തുംഗാസനാരൂഢാ കഥാം ശൃണ്വന്തി ദാംഭികാം തേ വായസാ ഭവന്ത്യത്ര ഭുക്ത്വാ നിരയയാതനാം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ഓം ഹ്രീം ദും ദുർഗായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ മാഹാത്മ്യത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 61 മുതൽ 75 കൂടിയുള്ള 15 ശ്ലോകങ്ങളുടെ തർജ്ജമയാണ് ഭാഷാഗാനമായി നതോന്നത വൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഇപ്പോൾ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി സപ്തശതി മന്ത്രത്താലെ ഹോമം നടത്തേണം. ദേവിയുടെ കഥ പാടി സമർപ്പിക്കുമ്പോൾ ദേവി മഹാത്മ്യമൂലമാം നവാക്ഷര മന്ത്രം കൊണ്ടും ദേവി ഭക്തിയോടെ ഹോമം നടത്താമല്ലോ. അതല്ലെങ്കിൽ ഗായത്രിയ മഹാമന്ത്ര ജപത്തോടെ അതിശ്രേഷ്ഠ നൈപായസ ഹോമം നടത്താം. അതിനുള്ള കാരണമോ ഇതേ വിഭാഗവതമോ അക്ഷരാർത്ഥത്തിൽ ഗായത്രിമയ ആണല്ലോ. വിശേഷമാം വസ്ത്രത്താലും വിവിധ ഭൂഷണത്താലും വിത്തം കൊണ്ടും വക്താവിനു മോദമേകണം. വക്താവു പ്രസന്നനായ സകല ദേവതകളും വേണ്ട പോലെ പ്രസന്നരായി തീർന്നിടും തീർച്ച. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭൂസൂരന്മാരായിടുന്ന ബ്രാഹ്മണരെ ഊട്ടിയിടണം.
ഭക്തിയോടെ ദക്ഷിണകൾ നൽകിയിടവേണം. ഭൂമിയിലെ ദേവന്മാര ബ്രാഹ്മണർ സന്തോഷിച്ചിടിൽ ഭൂരിഭാഗ്യം നേടും, ആഗ്രഹങ്ങൾ സാധിക്കും. സുമംഗലികളായുള്ള സ്ത്രീകളെയും അതുപോലെ സുകുമാരികളായുള്ള കുട്ടികളെയും സങ്കൽപ്പത്തിൽ ദേവിയായി കൂട്ടേണം, ദക്ഷിണ വേണം, സദ്ഫല സിദ്ധിക്കു വേണ്ടി പ്രാർത്ഥിച്ചിടേണം. കനകത്തെ ദാനം ചെയ്യാം, മറ്റു ദാനങ്ങളുമാകാം, കറവ പശുവിനെയും ദാനമായി നൽകാം. കുതിരയെ, കളഭത്തെ, ഭൂമിയെയും ദാനം ചെയ്യും, കിട്ടും അക്ഷയമാം ഫലം സംശയമില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നല്ല വടിവൊത്തതാകും അക്ഷരത്തിലെഴുതേണം, നാരായണീലീലയാം ദേവി ഭാഗവതം. നല്ല പോൽ നിർമ്മിച്ച സ്വർണ സിംഹാസനത്തിലായി വച്ചു, നല്ല പട്ടുവസ്ത്രം കൊണ്ടു പൊതിഞ്ഞിടേണം. ദുർഗാഷ്ടമി ദിവസമോ മഹാനവമി ദിനമോ ദുർഗാഭക്തനായ ഭക്താവിനു നൽകേണം. ദാനത്തെ ഈ വിധമായി നൽകിയായി ഭോഗങ്ങൾ നേടി, ദുർലഭമാം മോക്ഷത്തെയും നേടിയിടാം നൂനം. ദരിദ്രനോ അതല്ലെങ്കിൽ സമ്പന്നനോ ആയിടട്ടെ, ദുർബലനോ ബലവാനോ ചെറുബാലനോ, ദീനനായ വൃദ്ധനോ നൽ യുവാവോ ആയിരിക്കിലും, ദേവി പുരാണ ജ്ഞാനിയോ മാന്യൻ പൂജ്യൻ താൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജന്മത്തിൻ്റെ ഫലം കൊണ്ടും ഗുണങ്ങളനുസരിച്ചും ജഗത്തിലോ ഗുരുക്കന്മാർ അനേകമുണ്ട്. ജഗത്തിലെ അവർക്കെല്ലാം പരമഗുരുവാണല്ലോ ജഗദംബാ പുരാണത്തെ അറിയുന്നവൻ. പുരാണജ്ഞനായ വിപ്രൻ വ്യാസപീഠത്തിലിരുന്ന പുരാണ കഥകൾ പാടി തീരും വരെയും പുരോഭാഗത്തെത്തിയിടുന്ന വ്യക്തി ആരാണെന്നാകിലും പ്രണമിക്കാൻ പാടുകയില്ലെന്നതു സത്യം. ആരാണോ പുരാണ സംബന്ധിയായുള്ള ദിവ്യകഥ അല്പം പോലും ഭക്തിയില്ലാതെ കേട്ടിടുന്നു, അത്യധിക ദുഃഖങ്ങളും ദാരിദ്ര്യവുമുള്ളവർക്കു അതു കേട്ടാലുള്ള പുണ്യം ലഭിക്കയില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പൂക്കളാലേ അതുപോലെ വിവിധമാം താമ്പൂലത്താൽ പുരാണത്തെ പൂജിക്കാത്ത മനുഷ്യനെന്നും പുണ്യം ലഭിക്കുകയില്ല, ദാരിദ്ര്യം വിട്ടൊഴിയില്ല, പൂർണ്ണതയെ നേടുവാനും കഴിയുകില്ല. അത്യധികം ഭക്തിയോടെ പുരാണങ്ങൾ പാടും നേരം അതു കെട്ടിടാതെ മറ്റു വല്ല സ്ഥലത്തും അലയുന്ന പുരുഷനു ജന്മജന്മാന്തരങ്ങളിൽ അവനുടെ ഭാര്യയും സമ്പത്തും നശിക്കും. കഥ പറയുന്നോളെക്കാൾ ഉയർന്ന പീഠത്തിലായി
കഥ പറയുന്നാളെക്കാളുയർന്ന പീഠത്തിലായി കഥ കെട്ടിടുന്നവന്റെ കഥ കഷ്ടം താ. കടുത്ത മനസ്ഥിതര അഹങ്കാരികളാമവ കാക്കയായി പിറന്നിടും വരും ജന്മത്തിൽ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മയെ അറിയാൻ എന്ന ഈ ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാനയജ്ഞം ഇന്ന് 23-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ആ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചും കൊണ്ട് ഇന്ന് നമുക്ക് ആരംഭിക്കാം. ദേവി നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി, ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതിൽ 5-ാമത്തെ അധ്യായത്തിൽ 61-ാമത്തെ ശ്ലോകം മുതൽ 75 കൂടിയുള്ള 15 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി സമർപ്പിച്ചതും ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. ഭാഷാഗാനം അല്ലെങ്കിൽ ദേവി ഭാഗവത തർജ്ജമ പലപ്പോഴും നാം വിചാരിക്കുന്ന രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കാറില്ല. എന്നാൽ എഴുതാനിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അക്ഷരസ്വരൂപിണിയായ അമ്മയുടെ അകൈതവമായ വാത്സല്യം, സ്നേഹം തൂലികത്തുമ്പിലേക്ക് അക്ഷരങ്ങളായി തെളിഞ്ഞു വരാറുമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും കാലത്ത് ഈ അക്ഷര ജ്ഞാനയജ്ഞം ഭക്തജനങ്ങളായ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോകുന്നത്. പല തിരക്കുകൾ, അതിനിടയിൽ പാരായണവും പ്രഭാഷണവും മാത്രമല്ല ഒരു പദ്യരചന എന്നുള്ള രീതിയിൽ അമ്മയ്ക്കായി സമർപ്പിക്കുന്ന ഭാഷാഗാനം കൂടി തയ്യാറാക്കേണ്ടി വരുന്നത് കൊണ്ടാണ് പലപ്പോഴും സമയം വൈകുന്നത്. അത് അമ്മയുടെ അനുഗ്രഹമാണ് എന്ന് മാത്രം കരുതി ക്ഷമിക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ. അപ്പം ഇവിടെ 61-ാമത്തെ ശ്ലോകം, ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലും ഈ സപ്താഹ അല്ലെങ്കിൽ നവാഹ പാരായണ വിധിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു, ദേവ്യാ സപ്തശതീ മന്ത്രൈ സമാപ്തോ ഹോമമാചരേൽ. കഥ സമാപിക്കുമ്പോൾ ദേവിയുടെ സപ്തശതീ മന്ത്രം കൊണ്ട് ഹോമം നടത്തണം. ദേവീ മാഹാത്മ്യമൂലേന നവാർണമനുനാഥവ, അല്ലെങ്കിൽ ദേവീ മാഹാത്മ്യത്തിൻ്റെ മൂലമായ നവാക്ഷര മന്ത്രം കൊണ്ട് ഹോമം ചെയ്യണം. ഗായത്ര്യാ ത്വഥവാ ഹോമ പായസേന സസർപ്പിഷ, അതല്ലെങ്കിൽ ഗായത്രി മന്ത്രം കൊണ്ട് ഓം ഭൂർഭുവസ്വ തത്സവിതുർവരണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ എന്ന ഗായത്രി മന്ത്രം കൊണ്ട് നെയ്പായസം ഉപയോഗിച്ച് ഹോമം നടത്തണം. യതോ ഭാഗവതം ത്വേദൽ ഏതത് ഭാഗവതം ഗായത്രീമയമീരിതം.
ഈ ഭാഗവതം, ദേവി ഭാഗവതം ഗായത്രീമയമാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഗായത്രി മന്ത്രം കൊണ്ടും നെയ്പായസം ഉപയോഗിച്ച് ഹോമം നടത്താം. വാചകം തോഷയേൽ സമ്യക് വസ്ത്രഭൂഷാധനാദിഭി പ്രസന്നേ വാചകേ സർവ പ്രസന്ന തസ്യ ദേവത. സമ്യക് വസ്ത്രഭൂഷാധനാദിഭി, വസ്ത്രം, ഭൂഷണങ്ങൾ, ധനം ഇതൊക്കെ കൊടുത്ത് അത് പറയുന്ന വാചകം തോഷയേൽ, ആ വക്താവിനെ സന്തോഷിപ്പിക്കണം. പ്രസന്നേ വാചകേ സർവ പ്രസന്ന തസ്യ ദേവത. വാചകൻ അല്ലെങ്കിൽ ആ വക്താവ് സന്തോഷിച്ചു കഴിഞ്ഞാൽ സകല ദേവതകളും സന്തോഷിക്കും എന്നാണ്. ബ്രാഹ്മണാൻ ഭോജയേൽ ഭക്തിയ ദക്ഷിണാഭിശ്ച തോഷയേൽ. ഭക്തിയോടുകൂടി ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കണം. അതേപോലെ തന്നെ ദക്ഷിണ നൽകി അവരെ സന്തോഷിപ്പിക്കുകയും വേണം. പൃഥിവ്യാം ദേവരൂപാസ്തേ തുഷ്ടേഷു അക്ഷീപ്സിതാം ഫലം. ഭൂമിയിലെ ദേവന്മാരാണ് ബ്രാഹ്മണര് എന്നാ പറയുക. അതുകൊണ്ടാണ് ഭൂസുരൻ എന്ന് ബ്രാഹ്മണരെ പറയുന്നത്. അവർ സന്തോഷിച്ചാൽ സകല ആഗ്രഹങ്ങളും നിറവേറും. തുഷ്ടേഷ്വേഷീപ്സിതം ഫലം, എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ഫലവത്തായിട്ട് ലഭിക്കും. പിന്നെന്ത് വേണം? സുവാസിനി കുമാരിശ്ച കുമാരീശ്ച ദേവീ ഭക്തിയാ ച ഭോജയേൽ താഭ്യോപി ദക്ഷിണാം ദത്വാ പ്രാർത്ഥയേൽ സിദ്ധിമാത്മനാം. സുമംഗലികളായ സ്ത്രീകൾ സുവാസിനി, അതേപോലെ കുമാരീശ്ച കുമാരികളെയും ദേവീഭക്ത്യാച ഭോജയേൽ ദേവിയാണെന്ന് സങ്കല്പം ചെയ്തുകൊണ്ട് ഭക്ഷണം കൊടുക്കണം. അവർക്കും ദക്ഷിണ കൊടുക്കണം. എന്നിട്ടോ പ്രാർത്ഥിക്കണം. അവരോട് പ്രാർത്ഥിക്കുക, ഫലസിദ്ധിക്കായിട്ട് അവരോട് പ്രാർത്ഥിക്കുക. പിന്നെ ദദ്യാൻ ദാനാനി ചാന്യാനി സുവർണം ഗാപയസ്വിനി, മറ്റ് ദാനങ്ങളും കൊടുക്കണം. ദദ്യാ ദാനാനി ചാന്യാനി, അന്യാനി ദാനാനി ച, മറ്റ് ദാനങ്ങളൊക്കെ ചെയ്യണം. സുവർണം സ്വർണം കൊടുക്കണം. അതേപോലെ പയസ്വിനി ഗ, കറവയുള്ള ആ കുഞ്ഞിനോട് കൂടിയിട്ടുള്ള പശു. ഹയാൻ ഇഭാൻ മേദിനീം ച, ഹയാൻ ഇഭാൻ, ഹയാൻ എന്ന് പറഞ്ഞ കുതിരകൾ, ഇഭാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകൾ, പിന്നെ മേദിനി എന്ന് പറഞ്ഞ ഭൂമി. ഇതിനെയൊക്കെ അവരൊക്കെ ദാനമായിട്ട് കൊടുക്കണം. അങ്ങനെ ദാനം ചെയ്യുന്ന ആളുകൾക്ക് അക്ഷയമായ, ഒരിക്കലും നശിക്കാത്ത ഫലം ലഭിക്കുകയും ചെയ്യും. പിന്നെന്ത് ചെയ്യണം? ദേവീ ഭാഗവതം ചൈതല്ലിഖിതം ശോഭനാക്ഷരം, ശോഭനമായ അക്ഷരത്തോടുകൂടി നല്ല വടിവത്ത അക്ഷരത്തിൽ എഴുതിയ ദേവീ ഭാഗവത ഗ്രന്ഥം വളരെ ഭംഗിയായിട്ട് ഓരോ ദിവസവും എഴുതി പരിപൂർണമാക്കപ്പെട്ട ദേവീ ഭാഗവത ഗ്രന്ഥം പട്ടവസ്ത്രേണ വേഷ്ടിതം, നല്ല പട്ടുകൊണ്ട് പൊതിഞ്ഞ് ഹേമസിംഹാസനെ സ്ഥാപ്യം, ഹേമസിംഹാസനം സുവർണസിംഹാസനത്തിൽ അതിനെ വെച്ചിട്ട് അഷ്ടമ്യാം വാ നവമ്യാം ച, അഷ്ടമിയുടെ അന്ന് അല്ലെങ്കിൽ നവമിയുടെ അന്ന് അത് പൂജിച്ച് വക്താവിന് നൽകണം. അങ്ങനെ ചെയ്താലോ അയാൾക്ക് ഈ ലോകത്തെ സകല ഭോഗങ്ങളും അനുഭവിച്ച് ഏറ്റവും ഒടുവിൽ ദുർലഭം മോക്ഷമാപ്നുയാൽ, അതിദുർലഭമായിരിക്കുന്ന മോക്ഷത്തെയും നേടാനായിട്ട് സാധിക്കും. ദരിദ്രോ ദുർബലോ ബാലസ്തരുണോ ജരഠോപി വാ പുരാണവേത്ത വന്ദ്യസ്യാൽ പൂജ്യോ മാന്യശ്ച സർവദാ. ദരിദ്രൻ, ദുർബലൻ, ബാലൻ, യുവാവ്, വൃദ്ധൻ, ഇവരാരുമായിക്കൊള്ളട്ടെ എന്നാണ്. ആരായാലും പുരാണവേത്ത വന്ദ്യ, പുരാണത്തെ അറിയുന്നവൻ എപ്പോഴും പൂജ്യനാണ്, എപ്പോഴും മാന്യനും ആണ് എന്ന് പറഞ്ഞു. സന്ധി ലോകസ്യ ബഹവോ ഗുരവോ ഗുണജന്മത സർവേഷാമപി തേഷാം ച പുരാണജ്ഞ പരോ ഗുരു. പരമഗുരു ആരാണ്? പുരാണത്തെ അറിയുന്നവനാണെന്ന് പറയാണ്. ഇപ്പം ഗുണങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അവർ ജനിച്ച കുലത്തിൻ്റെ മഹിമ കൊണ്ട്, ജന്മം കൊണ്ടൊക്കെ അനുസരിച്ച് ലോകത്ത് അനേകം ഗുരുനാഥന്മാരുണ്ടാവും. സന്ധി ലോകസ്യ ബഹവോ ഗുരവോ ഗുണജന്മത, പക്ഷേ സർവേഷാമപി തേഷാം ച, അങ്ങനെയുള്ളവരിലൊക്കെ തന്നെ പരമഗുരു എന്ന് പറയുന്നത്
പുരാണത്തെ അറിയുന്നവനാണ്, പുരാണജ്ഞനാണ്, പുരാണ കഥായജ്ഞത്തിൻ്റെ വക്താവായിരിക്കുന്ന ആളാണ്. പൗരാണികോ ബ്രാഹ്മണസ്തു വ്യാസാസന സമാശ്രിത അസമാപ്തേ പ്രസംഗേ തു നമസ്കുര്യാന്ന കസ്യചിൽ. നമസ്കരിക്കരുത് എന്ന് പുരാണജ്ഞനായിരിക്കുന്ന ആള്, അല്ലെങ്കിൽ കഥയുടെ വക്താവ് വ്യാസപീഠത്തിൽ അങ്ങോട്ട് കയറിയിരുന്നാൽ വ്യാസസ്വരൂപനായി, വ്യാസൻ തന്നെയായി. അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് ആര് വന്നാലും എഴുന്നേൽക്കേണ്ടതില്ല, നമസ്കരിക്കേണ്ടതില്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഇതുപോലെ എഴുന്നേൽക്കാതിരുന്നപ്പോഴാണ് ബലരാമസ്വാമിക്ക് ദേഷ്യം വന്നതും രോമഹർഷണൻ എന്ന സൂതനെ നിഗ്രഹിക്കുന്നതൊക്കെ. പിന്നീട് ആ രോമഹർഷന്റെ പുത്രനായ രൗമഹർഷിണി എന്നറിയപ്പെടുന്ന ഉഗ്രശ്രവസിനെ സൂതനാക്കി അനുഗ്രഹിച്ചു ബലരാമൻ. ആ സൂതനാണ് ഇപ്പോൾ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഏതായാലും പറഞ്ഞു, പൗരാണികീം കഥാം ദിവ്യാം യേപി ശൃണ്വന്ത്യഭക്തിത തേഷാം പുണ്യഫലം നാസ്തി ദുഃഖദാരിദ്ര്യഭാഗിന. പുരാണ സംബന്ധിയായ ദിവ്യകഥ ആരാണോ ഭക്തിയില്ലാതെ കേൾക്കുന്നത്, അവര് ദുഃഖദാരിദ്ര്യാദികൾ ഉള്ള അവർക്ക് കേൾക്കുന്നത് കൊണ്ട് ലഭിക്കേണ്ടുന്ന പുണ്യം ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ ഭക്തിയോടുകൂടി കേൾക്കണം, ശ്രദ്ധയോടുകൂടി കേൾക്കണം. അജ്ഞാനാത് അഥവാ ജ്ഞാനാൽ എന്ന് പറഞ്ഞാലും ഭക്തിയോടുകൂടി കേൾക്കുമ്പോഴാണ് അതിൻ്റെ പുണ്യം ലഭിക്കുക. അസംപൂജ്യ പുരാണം തു താംബൂല കുസുമാദിഭി. താംബൂലം, പൂക്കൾ തുടങ്ങിയവ കൊണ്ട് പുരാണം അസംപൂജ്യ, പുരാണത്തെ പൂജിക്കാത്ത ആളുകൾ ആരാണോ, യേ ശൃണ്വന്തി കഥാം, ആരാണോ ഈ കഥ കേൾക്കുന്നത്, അവർ തീർച്ചയായും ദരിദ്ര ഭവന്തിഹി, അവർ ദരിദ്രരായി തീരും എന്ന് പറഞ്ഞു. കീർത്യമാനാം കഥാം ത്യക്ത്വാ യേ വ്രജന്തി അന്യതോ നരാം ഭോഗാന്തരേ പ്രണശ്യന്തി തേഷാം ദാരാശ്ച സമ്പദാം. പുരാണകഥ കീർത്തിക്കുമ്പോൾ കീർത്യമാനാം കഥാം ത്യക്ത്വാ, അതിനെ ഉപേക്ഷിച്ചിട്ട് യേ വ്രജന്തി അന്യതോ നരാഹ, മറ്റ് സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിയുന്ന മനുഷ്യര് തീർച്ചയായും ഭോഗാന്തരേ പ്രണശ്യന്തി, അവര് ജന്മജന്മാന്തരങ്ങളിൽ തേഷാം ദാരാശ്ച സമ്പദ, അവരുടെ സമ്പത്തും ഭാര്യമാരെയൊക്കെ അവർക്ക് നഷ്ടപ്പെടും. പിന്നെ പറഞ്ഞു, യേച തുംഗാസനാരൂഢ കഥാം ശൃണ്വന്തി ദാംഭികാ, ദാംഭികന്മാര്, അഹങ്കാരികളായിട്ടുള്ള ആളുകള് ഉയർന്ന പീഠത്തിലിരുന്ന്, വക്താവിനേക്കാൾ ഉയർന്ന പീഠത്തിലിരുന്ന് കഥ കേൾക്കുന്നുവെങ്കിൽ കഥാം ശൃണ്വന്തി തേ വായസാ ഭവന്ത്യത്ര, അവര് എന്തായിത്തീരും, വായസങ്ങൾ, കാക്കകളായി മാറും. ഭുക്ത്വ നിരയയാതനാം, നരകയാതനകൾ അനുഭവിച്ചതിനു ശേഷം ഇവിടെ അവർ കാക്കകളായിട്ട് തീരും എന്ന് പറയുന്ന 75-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 76-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ
ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല ഭദ്രേ അത്ഭുതമാം ലീല ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.